അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കഴിഞ്ഞ വർഷം സ്കൂൾ മദ്രസയിൽ നടന്ന 4ാം ക്ലാസ്സിലെ താരീഖിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അദബ് പബ്ലിക്കേഷൻ വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ കളക്ഷൻ പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. അർദ്ധ വാർഷിക പരീക്ഷയ്ക്ക് ശേഷം അത് വിതരണം ചെയ്യും. ആവശ്യക്കാർ അറിയിക്കുക. ക്വസ്റ്റ്യൻ നോക്കാം. 1. യോജിച്ചവ ചേർക്കാം. ആദ്യമായി ഇസ്ലാം മതം വിശ്വസിച്ചവർ പുരുഷന്മാരിൽ നിന്ന് ആരാണ്? അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹു. സ്ത്രീകളിൽ നിന്ന് ഖദീജത്തു ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. കുട്ടികളിൽ നിന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അടിമത്തത്തിൽ നിന്ന് മോചിതരായവരിൽ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം. ഖുറൈശ് സമൂഹമേ, നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക. 2. നിനക്ക് നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. 4. രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ദാറുൽ അർഖമിൽ വെച്ചായിരുന്നു. 3. ഉത്തരം എഴുതാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശ് ഗോത്രക്കാരെ വിളിച്ചു. ആരെല്ലാം വന്നു? അവർ എല്ലാവരും വിളിക്കേട്ട് വന്നു. ഖുറൈശികൾ എല്ലാവരും വിളിക്കേട്ട് വന്നു. 2. എത്യോപ്യയിലേക്ക് ആദ്യം പോയത് എത്ര പേർ? 10 പുരുഷന്മാരും 4 സ്ത്രീകളും. അതാണ് അതിൻ്റെ ആൻസർ. 3. എത്യോപ്യ ഏത് വൻകരയിലാണ്? ആഫ്രിക്കൻ വൻകരയിലാണ്. 4. എത്യോപ്യയിലേക്കുള്ള 2ാം യാത്രയിൽ പോയത് എത്ര പേരാണ്? 83 പുരുഷന്മാരും 18 സ്ത്രീകളും. ടോട്ടൽ 101 ആൾക്കാരാണ് പോയത്. 83 പുരുഷന്മാരും 18 സ്ത്രീകളും. 5. ആദ്യം എത്യോപ്യയിലേക്ക് പോയത് എന്നായിരുന്നു? നുബുവത്തിൻ്റെ 5ാം വർഷം റജബ് മാസത്തിലായിരുന്നു. 6. വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിക്കപ്പെട്ടത് എപ്പോഴാണ്? 3 വർഷത്തെ രഹസ്യ പ്രബോധനത്തിന് ശേഷം. 4. പൂരിപ്പിക്കാം. ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞു, ഞങ്ങളത് വിശ്വസിക്കും, കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല. അതാണ് എഴുതേണ്ടത്. 5. ക്രമത്തിലാക്കാം. അലിഹാദ തബ്ബല്ലക ജമാഅത്തന. തബ്ബല്ലക അലിഹാദ ജമാഅത്തന. അത് കറക്റ്റായിട്ട് എഴുതുക. തബ്ബല്ലക അലിഹാദ ജമാഅത്തന. അടുത്തത് ഒരു രാജാവ് ഉണ്ട് അവിടെ, അഭയം നൽകുന്ന അഭയാർത്ഥികളായി എത്തുന്നവർക്ക്. അത് ക്രമത്തിലാക്കി എഴുതാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാക്കി എഴുതേണ്ടത് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ് ഉണ്ട് അവിടെ. അങ്ങനെയാണ് എഴുതേണ്ടത്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.